മാനത്തെ കൊട്ടാരം സീരിയലിൻ്റെ ഒരു അപ്കമിങ് എപ്പിസോഡിൻ്റെ പ്രമോ വന്നിട്ടുണ്ട്. അങ്ങനെ രാജീവും അമ്മയും ദിയക്കുട്ടിയും കൂടി മണ്ഡപത്തിലേക്ക് പോകാനായിട്ട് കാറിൽ കയറി അവർ പുറപ്പെടുവാണ്. പിന്നാലെ തന്നെ ഒരു കാറിൽ സാഗറും രാഗിയും അവരുടെ കാറിൻ്റെ പുറകെ തന്നെ പോകുന്നുണ്ട് കേട്ടോ. ഇതേസമയം അവിടെ മണ്ഡപത്തിൽ അണിഞ്ഞൊരുങ്ങി നിൽക്കുവാണ് വന്ദന. ഈ സമയം വർഷയും വന്ദനയുടെ കൂടെ തന്നെയുണ്ട്. അങ്ങനെ വന്ദനയാണെങ്കിൽ ചെറിയൊരു ടെൻഷനോടുകൂടിയൊക്കെ ഇരിക്കുമായിരിക്കും. ആ സമയത്തായിരിക്കും വന്ദനക്ക് രാജീവിൻ്റെ കോൾ വരുന്നത്. ഞങ്ങളിതാ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുവാണ്. പിന്നെ ഞാൻ വന്ദനക്ക് ഒരു സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ട്. അതെന്താണെന്ന് വന്ദന ചോദിക്കുന്നുണ്ട്. അന്നേരം രാജീവ് പറഞ്ഞേ, അതൊക്കെ താൻ നേരിൽ കണ്ടാൽ മതി, ഞങ്ങൾ ഉടനെ തന്നെ എത്തുമല്ലോ. അങ്ങനെ പറഞ്ഞ് കോളൊക്കെ കട്ട് ചെയ്യുവാണ്. ഈ സമയം ദേക്കുട്ടി ചോദിക്കുന്നുണ്ട്, നമ്മളെപ്പോഴാണ് വന്ദന ആൻറ്റി നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്? അന്നേരം അമ്മ പറയണേണ്, നമ്മൾ വന്ദന ആൻറ്റി നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാനല്ലേ ഇപ്പം അങ്ങോട്ടേക്ക് പോകുന്നത്. അത് കേട്ട ദീപമോൾ ഒത്തിരി സന്തോഷിച്ചിരിക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് വധുവിനെ മണ്ഡപത്തിലേക്ക് കൊണ്ടുവരുവാണ്ടോ. ഈ സമയം ഈ കാഴ്ച കണ്ട് മനസ്സ് നിറഞ്ഞു നിൽക്കുവാണ് ചന്ദ്രികയും മാധവനുമൊക്കെ. അങ്ങനെ വിവാഹവിഷയത്തിൽ അവിടെ എത്തുന്ന വന്ദനയെ കാണുമ്പോൾ ചന്ദ്രിക ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുക്കുവാണ്. ഈ ദിവസത്തിന് വേണ്ടിയ മോളെ അമ്മ ഇത്രയും നാൾ കാത്തിരുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞ വന്ദനയെ മണ്ഡപത്തിലേക്ക് ഇരുത്തുവാണ്ടോ. ഇതേസമയം കാറിന് വന്നുകൊണ്ടിരിക്കുന്ന രാജുവിനെ കാണിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ സാഗർ ഏർപ്പാടാക്കിയ ഗുണ്ടകൾ അവിടെ വഴിയിൽ കാത്തു നിൽക്കുന്നുണ്ടാവും. അങ്ങനെ രാജുവിൻ്റെ കാറ് വരുന്നതും ഒരു ലോറി ഉപയോഗിച്ച് ആ കാറിനെ ഇടിച്ചിടുവാണ്. അങ്ങനെ കാറാണെങ്കിൽ അപകടം പറ്റി അവിടെ മറിഞ്ഞു കിടക്കുന്നതും ആൾക്കാർ ഓടിക്കൂടുന്നതും ഒക്കെ ഉണ്ടോ പിന്നെ കാണിക്കുന്നത്. ചോരയിൽ കുളിച്ച് കിടക്കുവാണ് രാജീവ്. അമ്മയ്ക്കും കാര്യമായിട്ട് പരിക്കുകളൊക്കെ പറ്റിയിട്ടുണ്ട്. ഇതേസമയം ആൾക്കാരെല്ലാവരും ചുറ്റും ഓടിക്കൂടി നിൽക്കുവാണ്. പിന്നാലെ തന്നെ സാഗറും രാഗിയും കാറിൽ കുറച്ചങ്ങോട്ടേക്ക് മാറി പാർക്ക് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. സാഗറെ രാഗിയോട് പറയണേ, രാജീവിൻ്റെ സകല സമ്പത്തുകളുടെയും ഉടമ ഇനി സാഗറും രാഗിയുമായിരിക്കും, മറ്റാർക്കും അതിൽ ഒരവകാശമില്ല. അങ്ങനെ പറഞ്ഞ് സന്തോഷിച്ച് നിൽക്കുന്നുണ്ട് അവർ. പിന്നീട് കാണിക്കുന്നത് മാധവന് ഒരു ഫോൺ കോൾ വരുവാണ് കേട്ടോ. അങ്ങനെ ഫോണിലൂടെ പറയുന്ന ആ കാര്യങ്ങളൊക്കെ കേട്ട് ഞെട്ടി വരച്ച് നിൽക്കുന്ന മാധവനെ കാണിക്കുന്നുണ്ട്. ഈ സമയം മണ്ഡപത്തിലുള്ള എല്ലാവരും ഷോക്കാകുവാണ്. രാജീവിൻ്റെ അപകടം പറ്റിയ വിവരം അറിഞ്ഞ് വന്ദനയും എല്ലാവരും അങ്ങ് ഞെട്ടിത്തരിച്ച് നിൽക്കുവാണ്. ഇനിയിപ്പോൾ എന്താകും സംഭവിക്കാൻ പോകുന്നത്? രാജീവിന് ജീവിതത്തിലേക്ക് തിരിച്ചു വരാനാകുമോ? വന്ദനയുടെ കഴുത്തിൽ ഇനി ആര് താലി കിട്ടും? അപ്പോൾ ഇതൊക്കെ കാണാനായിട്ട് നമുക്ക് വരാനിരിക്കുന്ന എപ്പിസോഡിനായിട്ട് കാത്തിരിക്കാം. ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. കൂടുതൽ റിവ്യൂസിനൊക്കെ ആയിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്